അമേരിക്കയുമായി കൂട്ടുചേർന്ന് നീങ്ങാൻ ശ്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഇറാൻ. തങ്ങളുടെ താൽപര്യങ്ങൾക്കും സുരക്ഷാ ചട്ടക്കൂടുകൾക്കും പുറത്തുള്ള ക്രമീകരണങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് കടലിലേക്ക് സുരക്ഷിതമായി യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖ്വാസി ഗരീബാബാദി വ്യക്തമാക്കി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ തായ്വാന്റെ കണ്ടെയ്നർ കപ്പലിന് നേരെ അജ്ഞാത ആക്രമണം ഉണ്ടായതിന് തൊട്ടുപിന്നാലെയാണ് പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തുന്ന ഇറാന്റെ ഈ പ്രതികരണം. ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനുള്ള ഏതൊരു ചട്ടക്കൂടും ഇറാനുമായുള്ള ഏകോപനത്തിലും നിലവിലെ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിലും അധിഷ്ഠിതമായിരിക്കണമെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ പരിഗണനകൾക്ക് പുറത്തുള്ള ഒരു തീരുമാനവും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ, ചട്ടങ്ങൾ ലംഘിച്ചാൽ നിലവിൽ കപ്പലുകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സമാന്തര പാതകൾ പൂർണ്ണമായി പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന രാജ്യാന്തര കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുവാനുള്ള ഇറാന്റെ നീക്കമാണ് നിലവിലെ പുതിയ സംഘർഷങ്ങൾക്ക് കാരണം. ഇറാന്റെ ഈ ഏകപക്ഷീയമായ ടോൾ പിരിവിനെ അമേരിക്കയും 6 ഗൾഫ് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. മേഖലയിൽ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇറാൻ അന്താരാഷ്ട്ര കപ്പലുകളെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അത് വലിയ സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതിനിടെ തങ്ങളുടെ പ്രശസ്തമായ എവർഗ്രീൻ മറൈൻ കമ്പനിയുടെ കണ്ടെയ്നർ കപ്പലിന് നേരെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം ഉണ്ടായതായി തായ്വാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ഇറാൻ കപ്പലിന് നേരെ വെടിയുതിർത്തതെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു.